നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ പൊടി വറുത്ത് ഒരു 1.5 ഗ്ലാസ് പൊടി എടുത്ത് ഞാനത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നന്നായിട്ട് പൊടി വറുക്കണം കേട്ടോ. ഞാനിത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ ചെറിയ സിമ്മിലിട്ട് പൊടി വറുത്ത് ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ചാണ് ഇപ്പോൾ കുഴച്ചേക്കുന്നത്. തിളച്ച വെള്ളവും തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുക. ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഇത് ബോളാക്കാം. ഇനി നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ കൊഴുക്കട്ടയ്ക്ക് ഞാൻ ഇച്ചിരി കരിപ്പട്ടിയും തേങ്ങയും കൂടെ ചേർത്ത് വെച്ചു മിക്സാക്കി. ഇനി നമുക്ക് ഇച്ചിരി ഏലക്കപ്പൊടി ജീരകവും കൂടെ പൊടിച്ചതാണ്, അത് കൂടെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടി വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പ് പൊടി റവ വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇതിപ്പം ഗോതമ്പ് പൊടി വെച്ചുള്ള കൊഴുക്കട്ടയാണ്. നമ്മളെല്ലാം ബോളാക്കി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ട വെന്തോന്ന് നോക്കാം. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനൊരു കട്ടൻ ചായ ഇവിടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.